ദഫ് കൊട്ടുന്നത് തെറ്റല്ല, അത് സുന്നത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെ വളരെ കൃത്യമായി മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ രീതിയിലുള്ള ഇടപെടൽ റസൂൽ തിരുത്തി കൊടുത്തത്. ഇതിന് പ്രാധാന്യമുള്ളതാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ഒരു വേദിക്കാണ് പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ തയ്യാറായത്. ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയുമല്ലോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ചെല്ലുമ്പോൾ, ഹിജറയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള അൻസാരികളായ കുട്ടികൾ ഒന്നിച്ചെന്ന് റസൂലുള്ളാഹിനെ സ്വീകരിച്ചത് ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ ഇന്ന് തുടങ്ങുന്ന കവിതകൾ ചൊല്ലി ദഫ് മുട്ടിയ. അത് നടന്നതും റബീഉൽ 12-നാണ്. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അക്കാര്യം. റബീഉൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് മസ്ജിദുൻ നബവി എന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. ആ കൊട്ടിപ്പോയതും ദഫ് മുട്ടിയാണ്. പ്രിയമുള്ളവരെ, റബീഉൽ 12-ന് നമ്മുടെ മക്കളും ഈ തെരുവോരങ്ങളിലൂടെ, ഈ റോഡുകളിലൂടെ ദഫ് മുട്ടി നടക്കുന്നത് അന്ന് സഹാബത്ത് നിർവഹിച്ചതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇന്ന് ഈ സദസ്സിൽ നടക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷത്തിൽ 2024 നമ്മുടെയൊക്കെ മലയാളത്തിന്റെ ഡിക്ഷണറികളിൽ കാണാത്ത, ശബ്ദധാരാവലി പോലെയുള്ള ഡിക്ഷണറിയിൽ കാണാത്ത, എന്നാൽ മലയാളത്തെ പോലെ ഉപയോഗിക്കുന്ന പദം ഏതാണ് എന്ന് കേരളത്തിൽ മാ കൊണ്ട്